അസ്സലാമലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 21 സെൻറ്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള വലിയ സൗകര്യമുള്ള നല്ലൊരു സൂപ്പർ വീട്, നല്ല സൗകര്യമുള്ള വീട് കേട്ടോ. ഉൾഭാഗങ്ങളൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതാണ് ഇതിലേക്കുള്ള വഴി. ഈ വീട്ടിലേക്ക് മാത്രമായിട്ടുള്ള വഴിയാണ്. നേരെ ഫ്രണ്ടിൽ കാണുന്നത് മെയിൻ റബ്ബറൈസ്ഡ് ബസ് റൂട്ടാണ്. മെയിൻ റൂട്ടാണ്. ഒരു അങ്ങാടിയാണ്, അറിയപ്പെടുന്ന ഒരു അങ്ങാടിയാണ്. തൊട്ടടുത്തൊക്കെ നിരവധി ബിൽഡിങ്ങുകളുണ്ട്, കച്ചവട സ്ഥാപനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പ്ലോട്ടായിട്ട് മുൻഭാഗത്തോട്ട് വലിയ വീടുണ്ട്, അതിൻ്റെ പിൻഭാഗത്തായിട്ട് സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ വെള്ളം വറ്റാത്ത നല്ലൊരു കിണറുണ്ട്, സാധാരണ നാടൻ കിണറുണ്ട്. അതുപോലെ തന്നെ കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട്. ചുറ്റുഭാഗവും കോമ്പൗണ്ട് അതിലൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട്. ഒരുപാട് ഫലവൃക്ഷ തൈകൾ, മരങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് കേട്ടോ. അതായത് മുറ്റത്ത് തന്നെ നമ്മൾക്ക് ഇവിടെ കണ്ടോ നല്ലൊരു പ്ലാവ്, നല്ല ചക്കുള്ള നല്ലൊരു പ്ലാവ്, നല്ല വരിക്കച്ചക്കുള്ള നല്ലൊരു സൂപ്പർ പ്ലാവ് ഉണ്ട്. ഒരുപാട് ചക്ക ഉണ്ടായ്മ. അതുപോലെ തന്നെ ഒരുപാട് തെങ്ങുകളുണ്ട്. ഒരു 7-8 തെങ്ങുകളുണ്ടാവും. തെങ്ങിൻ തൈകളുണ്ട്. അതുപോലെ തന്നെ 3 മാവുണ്ട്. ഒരുപാട് വേറെ മരങ്ങൾ ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ടാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇതുണ്ടോ സൈഡ് ഭാഗത്ത് ഈ സ്ഥലങ്ങളൊക്കെ ഇതിൽ പെട്ടിട്ടുള്ളതാണ്. പിൻഭാഗത്തായിട്ടൊരു വിറക് വരണ്ട്. ഇതുണ്ടോ വീട് സെൻട്രലായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. 2 ഭാഗവും നല്ല സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു 6-7 വാഹനങ്ങളൊക്കെ നല്ല ലാവിഷായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫ്രണ്ട് ഭാഗത്ത് മുറ്റുണ്ട്. അപ്പോൾ അർജൻറ്റ് വിൽപ്പനയാണ് കേട്ടോ. വലിയൊരു വില ഒന്നും മുതലാളി ഇതിന് ചോദിക്കുന്നില്ല, റീസണബിൾ റേറ്റേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണിത് വരുന്നത്, ഇതിന് എത്രയാണ് ഇതിന് വില പറയുന്നത്, എല്ലാം വളരെ വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട്. ആദ്യം വീട്ടിലെ ഉൾക്കാഴ്ചയിലേക്ക് വരാം. ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഒരു എൽ ഷേപ്പിലെ സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചാരുപടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗം കുറച്ച് രീതിയിൽ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. കാർ പോർച്ച് ഉണ്ട്. ഇനി വീട്ടിൽ എടുത്ത് പറയേണ്ടത് ഇതാണ് മെയിൻ ഡോറ്. വീട്ടിലെ ഡോറുകളൊക്കെ നല്ല മരം വെച്ചിട്ട്, റെഡിമെയ്ഡ് ഡോറൊന്നല്ല, നല്ല മരം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അന്നും കൂടെ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി മണിച്ചിത്രത്താഴ് രീതിയിലുള്ള ലോക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല തിക്നെസ്സുള്ള വുഡ് കേട്ടോ. ഫസ്റ്റ് കയറി വരുന്നത് ഒരു ലിവിങ് റൂമിലേക്കാണ്. റൂമുകളൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമുകളാണ്. മുകൾ ഭാഗത്ത് ഈ ബോർഡർ ഇതൊക്കെ തേപ്പിൽ കറവ് ഡിസൈൻ കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ ഒരു കോർണർ സെറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ബെഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. റൂമുകളൊക്കെ ഞാൻ പറഞ്ഞത് നല്ല സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് 2x2 സൈസിലുള്ള സെറാമിക് ടൈലാണ്. വീട് ഫുള്ളായിട്ട് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ടാവും. ഈ ഡോറൊക്കെ നല്ല മരം വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഒന്നും കൂടെ പോളിഷ് ചെയ്യുക, അതുപോലെ തന്നെ വീട് ഒരു കോട്ട് പെയിൻറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായി. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നല്ല സൗകര്യമുള്ള നല്ല വൃത്തിയുള്ള ഒരു വീട് തന്നെ. ലിവിങ്ങിൽ നിന്ന് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. ഹാളിൽ ഈ ഭാഗത്തായിട്ട് നല്ലൊരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. നല്ല ഷോക്കേസ്, അടിഭാഗത്ത് വലിപ്പ് ഷോക്കേസ് കാര്യങ്ങളൊക്കെ നല്ല ഇതായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബോക്സ് ലുക്കിലുള്ള ടേബിൾ ടോപ്പിൽ ഗ്രാനൈറ്റ് ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു വാഷ് കൗണ്ടർ. ഈ ഹാളിൽ നിന്നാണ് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റെയറൊക്കെ നല്ല ഒരു ഓവൽ ഷേപ്പിൽ ഇതുണ്ട്, റൗണ്ട് ഷേപ്പിലാണ് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ കാസ്റ്റേൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതുണ്ടോ. അപ്പോൾ മുകൾ ഭാഗത്തേക്ക് നിലവിൽ റൂമുകളില്ല. 3-4 റൂമുകൾ നമുക്ക് മുകൾ ഭാഗത്ത് നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ അതിലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു സ്റ്റെയർ ആട്ടോ, റൗണ്ട് സ്റ്റെയറാണ്. ഇവിടെയൊക്കെ വെളിച്ചം കിട്ടുന്ന രീതിയിൽ 5 കള്ളിയുടെ വിൻഡോസാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നിലവിൽ ഈ വീട്ടിൽ താമസക്കാരില്ല, ആളൊരു പ്രവാസിയാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത്. ഇനി എടുത്തു പറയേണ്ടത് 3 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. 3 ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ബെഡ്റൂമുകളിലൊക്കെ നല്ല വാർഡ്രോബ് കബോർഡ് വർക്കുകളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെ ചുമരിൽ അലമാരി ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നല്ല സൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കച്ചവടമാവുന്ന മുറക്ക് ഇതെല്ലാം അവിടെ തന്നെ ചുമരിലിട്ട് സെറ്റ് ചെയ്തത്, അതൊക്കെ അതേപോലെ തന്നെ അവിടെ ഉണ്ടാവും. ഈ ബെഡ്റൂമിലെ ബാത്റൂമാണിത്. ചുമരിലൊക്കെ നല്ല ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഈ ഭാഗത്തായിട്ടാണ് 2 ബെഡ്റൂം വരുന്നത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. മൂന്ന് ഭാഗത്തും വിൻഡോസ് കൊടുത്തിട്ടുണ്ടോ. ആ കോർണർ ഭാഗത്ത് ഇവിടെ ഒരു കോർണറിലൊരു വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീട് പുതിയ വീടല്ല കേട്ടോ, കുറച്ചൊരു പഴക്കമുള്ള വീടാണ്. പറ്റ നല്ല പഴക്കമുള്ള വീടൊന്നുമല്ല, എങ്കിൽ കൂടി നല്ല സൗകര്യമുള്ള നല്ല വൃത്തിയുള്ളൊരു വീട്. ഈ ഭാഗത്തായിട്ട് ചുമരിൽ ഇവിടെ ഒരു അലമാരി സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്.
നല്ല രീതിയിലുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ വാൾ മിക്സറൊക്കെ ഉണ്ട്. ചൂടുവെള്ളം പച്ചവെള്ളമൊക്കെ ഒരേ സ്പൗട്ടിൽ വരുന്ന രീതിയിൽ വാൾ മിക്സറൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അപ്പുറത്തായിട്ട് മറ്റൊരു ബെഡ്റൂം. ഇങ്ങനെ 3 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. ചുമരിൽ ഒരു ഭാഗം ഓപ്പോസിറ്റ് കളർ പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ അലമാരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ എക്സ്ട്രാ ഫർണിച്ചറൊക്കെ ഒരുപാട് ഇതിൽ കയറ്റുന്നത് ഇവിടെ കണ്ടോ, 2 മേശകളൊക്കെ ഉണ്ട്. അതാണ് നമുക്ക് റൂം ചെറുതായിട്ട് തോന്നുന്നത്. റൂമൊക്കെ നല്ല സൈസ് ഉണ്ട്. ഈ ബെഡ്റൂമിലെ ബാത്റൂമാണിത്. ഇതിൽ സാധാരണ നാടൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യൻ സ്റ്റൈലിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ കിച്ചണത്തെ സൗകര്യങ്ങളാണ്. കിച്ചണത്തൊന്നും അല്ല കേട്ടോ, അതിൻ്റെ അപ്പുറത്ത് വലിയൊരു വർക്ക് ഏരിയ ഉണ്ട്. ഇവിടെ കണ്ടോ, നല്ല എൽ ഷേപ്പിലുള്ള കിച്ചൺ സ്ലാബ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റാണ് ചെയ്തിട്ടുള്ളത്. അടിഭാഗത്തൊക്കെ ഒരുപാട് കവേർഡ് വർക്കുകളുണ്ട്. മുകൾ ഭാഗം ഈ സി ഷേപ്പിലുള്ള റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ചുമരിൽ കുറച്ച് ഭാഗം തന്നെ ഇതുപോലെ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലോറിങ് ബ്ലാക്ക് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു പാസേജ് ഏരിയ, കിച്ചണ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പാസേജ് ഏരിയ, ഇവിടെയൊക്കെ സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ പാസേജ് ഏരിയ വന്നു കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ളൊരു വർക്ക് ഏരിയ. ഈ വർക്ക് ഏരിയൻ്റെ മുകൾ ഭാഗം ഷീറ്റ് ഇട്ടതൊന്നല്ല, എല്ലാം മെയിൻ സ്ലാബ് തന്നെയാണ്. നല്ല സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടുന്ന് 2 ഭാഗത്തേക്ക് എൻട്രൻസ് ഉണ്ട്. ഇത് വീടിൻ്റെ ഒരു ഭാഗത്തേക്ക്, ഇവിടെയാണ് കിണറിന് വരുന്ന സ്ഥാനം. വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ, ചുമരിലൊക്കെ ഇവിടെയൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. വർക്ക് ഏരിയയുടെ ഭാഗം നല്ല എൽ ഷേപ്പിലുള്ള ഒരു സ്ലാബ് കൊടുത്തിട്ടുണ്ട്. കിച്ചൺ സിങ്ക് ഉണ്ട്, സ്റ്റോറേജ് റാക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. മാറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ ഭാഗത്തായിട്ടൊരു വിറകടുപ്പും കൊടുത്തിട്ടുണ്ട്, ചിമ്മിനിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സൗകര്യമുള്ള നല്ല കിച്ചണുണ്ട്. 3 ബെഡ്റൂമുള്ള വലിയൊരു വീടുണ്ട്. 21 സെൻറ്റ് സ്ഥലമുണ്ട്. ഈ ഭാഗത്തായിട്ട് ഇവിടെ ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. തുണികളൊക്കെ കഴുകി ഇടാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഒരു അലക്കുകല്ല്, അവിടെ ഒരു വിറക് പുരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അതേപോലെ തന്നെ പാത്രങ്ങൾ കഴുകാൻ പറ്റുന്ന രീതിയിൽ ഒരു കൊട്ടത്താളം. ഇനി ഇതാണ് ഈ വീട്ടിലെ കിണർ വരുന്നത്. നല്ല വട്ടുള്ള കിണറാട്ടോ. നല്ല ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട്. വെള്ളം പറ്റാത്ത നല്ലൊരു കിണർ. 21 സെന്റ് സ്ഥലം, കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 20.88 സെന്റ് സ്ഥലം. അതിൽ 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ല സൗകര്യമുള്ള നല്ലൊരു സൂപ്പർ വീട്. ഇപ്പം നിലവിൽ വീട്ടിൽ താമസക്കാരില്ല. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു പൊടി അങ്ങനെ കാര്യങ്ങൾ കുറച്ച് ഇതുള്ളൂ. പക്ഷെ വീട് നല്ല സൗകര്യമുള്ള നല്ലൊരു സൂപ്പർ വീട് തന്നെയാണ്. മലപ്പുറം ജില്ലയിലെ പന്തല്ലൂരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി. പന്തല്ലൂരി അങ്ങാടിയിൽ തന്നെ മെയിൻ റബ്ബറൈസ്ഡ് ബസ് റൂട്ടിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ട് ആയിട്ടാണ്. നേരെ ഫ്രണ്ടിൽ വലിയ വീടുണ്ട്, അതിൻ്റെ പിൻഭാഗത്തായിട്ട്. അപ്പോൾ ഇതിലേക്കായിട്ട് സെപ്പറേറ്റ് ഇതിലേക്കായിട്ട് വഴി കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ്. വെള്ളം പറ്റാത്ത കിണറുണ്ട്. 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. നല്ല സൗകര്യങ്ങൾ ഏറെയാണ്. തൊട്ടടുത്തായിട്ട് ഒരു 100 മീറ്റർ അപ്പുറത്തായിട്ട് ഹൈസ്കൂളുണ്ട്, LP സ്കൂളുണ്ട്, പള്ളിയുണ്ട്, മദ്രസ ഉണ്ട്, നിരവധി ബിൽഡിങ്ങുകളുണ്ട്, കച്ചവട സ്ഥാപനങ്ങളുണ്ട്. പന്തല്ലൂര് അങ്ങാടിക്ക് നല്ലൊരു പ്രോപ്പർട്ടി. 21 സെന്റ് സ്ഥലവും ആ വീടും. അപ്പൊ ഉദ്ദേശിക്കുന്ന വില 72 ലക്ഷം രൂപയാണ്. സ്ഥലം കുറച്ച് കൂടുതൽ കേട്ടോ, 5 സെന്റോ 10 സെന്റോ അല്ല, 21 സെന്റ് സ്ഥലം വലിയ വീടുണ്ട്. അപ്പൊ 72 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. ഇനി കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ടൊക്കെ നെഗോഷിയേറ്റ് ചെയ്യാം, വില നെഗോഷ്യബിൾ ആണ്. അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എന്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എന്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും പ്രോപ്പർട്ടികൾ പെട്ടെന്ന് വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിലും എന്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.